ഹായ് ഓൾ. അപ്പോൾ നമ്മൾ ഇന്നൊരു പുതിയൊരു വീഡിയോ എത്തിയിരിക്കുകയാണ്. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ശിപ്പായി ലഹളയാണ്. ശിപ്പായി ലഹള പലതരത്തിലുള്ള മത്സര പരീക്ഷകൾക്ക് ഏറെ ഉപകരിക്കുന്ന ഒരു ടോപ്പിക്കാണ് ശിപ്പായി ലഹള. അപ്പോൾ നമ്മൾ നേരിട്ട് ക്ലാസ്സിലേക്ക് തന്നെ കിടക്കുകയാണ്. ശിപ്പായി ലഹള അല്ലെ, ശിപ്പായി ലഹള. ശിപ്പായി ലഹള മറ്റൊരു പേര് അറിയപ്പെടുന്നുണ്ട് മഹത്തായ വിപ്ലവം. മഹത്തായ വിപ്ലവം അല്ലെങ്കിൽ ദ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, അങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്നതാണ് ശിപ്പായി ലഹള. ഇത് 1857 നടക്കുന്നത്. അതായത് ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്നിട്ടുള്ള ആദ്യത്തെ ഒരു ബഹുജന പ്രക്ഷോഭം അല്ലെങ്കിൽ ഒരു സംഘടിത കലാപം എന്നൊക്കെ നമുക്ക് തന്നെ വിശേഷിപ്പിക്കാം. 1857 നടന്നിട്ടുള്ള ഒരു ബഹുജന പ്രക്ഷോഭമാണ് ശിപ്പായി ലഹള. ശിപ്പായി ലഹള എന്ന് പറയുമ്പോൾ നമ്മൾ ഒരിക്കലും ഇതിൽ ശിപ്പായിമാർ മാത്രം അല്ലെങ്കിൽ സോൾജിയേഴ്സ് മാത്രമാണ് ഇതിൽ പങ്കാളികളായെന്ന് ഒരിക്കലും കരുതരുത്. അങ്ങനെയല്ല, നാട്ടുരാജാക്കന്മാർ, ദത്തുപുത്രന്മാർ, സകല മേഖലയിലുള്ളവരും ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. ഒരിക്കലും അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. അപ്പോൾ നമുക്ക് എൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഞാൻ തന്നെ പോവാം. ശിപ്പായി ലഹള 1857 മെയ് 10 മീററ്റിലാണ് ശിപ്പായി ലഹള പൊട്ടിപ്പുറപ്പെട്ടത്. 1857 മെയ് 10 മീററ്റിലാണ്, ഉത്തർപ്രദേശിലെ മീററ്റിലാണ് ആദ്യമായി ശിപ്പായി ലഹള പൊട്ടിപ്പുറപ്പെട്ടത്. അതിന് മുന്നേ തന്നെ ചില പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അത് പൊട്ടിപ്പുറപ്പെട്ടത് ഒരു ലഹളയായിട്ട് മാറിയത്, ഇത് പൊട്ടിപ്പുറപ്പെട്ടത് ആദ്യമായിട്ട് തുടങ്ങിയത് മീററ്റിലാണ്, ഉത്തർപ്രദേശിലെ മീററ്റിലാണ്. 1857 മെയ് 10 അന്നത്തെ ഗവർണർ ജനറൽ കാനിങ് പ്രഭുവാണ്. അന്നത്തെ ഗവർണർ ജനറൽ എന്ന് പറയുന്നത് കാനിങ് പ്രഭുവാണ് അന്നത്തെ ഗവർണർ ജനറൽ. അത് ശ്രദ്ധിക്കണം, ഗവർണർ ജനറലാണ്. ഈ ലഹള അവസാനിക്കുമ്പോൾ അദ്ദേഹം വൈസ്രോയായി മാറുന്നുണ്ട്, അത് നമ്മൾ അവസാനം പറയും. ഇപ്പോൾ അദ്ദേഹം ഗവർണർ ജനറലാണ്. അന്നത്തെ ഗവർണർ ജനറൽ എന്ന് പറയുന്നത് കാനിങ് പ്രഭുവാണ്. അത് ബ്രിട്ടീഷ് സൈന്യത്തെ നയിച്ച ബ്രിട്ടീഷ് സൈനിക തലവൻ കോളിൻ ക്യാമ്പലാണ്. ബ്രിട്ടീഷ് സൈനിക തലവൻ കോളിൻ ക്യാമ്പലാണ്. ശിപ്പായി ലഹളയുടെ അല്ലെങ്കിൽ മഹത്തായ വിപ്ലവത്തിന്റെ ചിഹ്നം എന്ന് പറയുന്നത് താമരയും ചപ്പാത്തിയുമാണ്. അപ്പോൾ ഇനി നമ്മൾ ഇതിന് നോക്കാൻ പോകുന്നത് ശിപ്പായി ലഹള ഉണ്ടാവാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്. പ്രധാനമായിട്ട് 4 കാരണങ്ങളാണുള്ളത്. അത് നമുക്ക് 4 തരംതിരിക്കാം. ഒന്ന് സൈനിക കാരണം, മറ്റൊന്ന് രാഷ്ട്രീയ കാരണം, മറ്റൊന്ന് സാമ്പത്തിക കാരണം, അവസാനത്തത് സാമൂഹിക സാംസ്കാരിക കാരണം. നമ്മൾ ആദ്യത്തെ പോയിന്റിൽ എടുക്കാം, സൈനിക കാരണം. നമ്മൾ പറഞ്ഞ പേര് തന്നെ ശിപ്പായി ലഹള. സൈനിക കാരണം എന്ന് പറയുമ്പോൾ ഇന്ത്യൻ സൈനികർക്കെതിരെ ഒരു വംശീയ വിവേചനം അവിടെ ഉണ്ടായിരുന്നു. ഒരു വംശീയ വിവേചനം നേരിട്ടിരുന്നു ഇന്ത്യൻ സൈനികർ. പെട്ടെന്നുണ്ടായ ഒരു കാരണം, അതായത് ഈ ലഹള ഉണ്ടാവാനുള്ള പെട്ടെന്നുണ്ടായ കാരണം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ പറഞ്ഞത് എൻഫീൽഡ് തോക്കുകൾ, പുതിയൊരു എൻഫീൽഡ് തോക്കുകളൊക്കെ വാങ്ങി. സ്വാഭാവികമായിട്ടും സോൾജിയേഴ്സ് ആണ്, തോക്കുകൾ ആവശ്യമുള്ളതാണ്, വാങ്ങും. പക്ഷേങ്കിൽ ഈ എൻഫീൽഡ് തോക്കിൽ നമ്മൾ ഈ ബുള്ളറ്റ് നിറയ്ക്കുന്നതിന് മുന്നേയായിട്ട് അതിനൊരു കോട്ടിംഗ് ഉണ്ട്, ഒരു ആവരണമുണ്ട്. ഈ ആവരണത്തിൽ എന്താണ്, നമ്മുടെ പശുവിൻ്റെയും പന്നിയുടെയും നെയ്യ് ഉപയോഗിച്ചു എന്ന് പറഞ്ഞൊരു റൂമർ സൈനികർക്കിടയിൽ പടർന്നു പിടിച്ചു. ഒരു റൂമർ ഇങ്ങനെ പടർന്നു പിടിച്ചു. അതായത് ഈ പുതുതായി വാങ്ങിയിട്ടുള്ള P53 എന്ന മോഡൽ തോക്കാണ്. P53 എന്ന എൻഫീൽഡ് തോക്കില് ഈ പശുവിൻ്റെയും പന്നിയുടെയും നെയ്യ് ഉപയോഗിച്ചു എന്നുള്ള റൂമർ അവിടെ മൊത്തത്തിൽ പടർന്നു. അപ്പോൾ അതൊന്ന് ഈ പശു എന്ന് പറയുന്നത് ഹിന്ദുക്കളെ സംബന്ധിച്ച് ഒരു വിശുദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു അവർ ആരാധിക്കുന്ന അല്ലെങ്കിൽ ഒരു അങ്ങനെ അത്തരത്തിലുള്ളൊരു മൃഗമാണ്. പന്നി എന്ന് പറയുന്നത് ഇസ്ലാം മത വിശ്വാസികൾക്ക് അവരെ സംബന്ധിച്ച ഒരു മോശമായിട്ടുള്ള ഒരു മൃഗമാണ്. അപ്പോൾ ഇവ രണ്ടിൻ്റെയും നെയ്യ് ഉപയോഗിച്ചു എന്നുള്ളൊരു റൂമർ അവിടെ പടർന്നു. പിന്നീട് നമ്മുടെ ഹിസ്റ്റോറിയൻസ് ഒക്കെ പറയുന്നത് അത് ഒരു റൂമർ മാത്രമായിരുന്നു, അത് സത്യമല്ലായിരുന്നു എന്നാണ് പിന്നീട് കണ്ടെത്തിയിട്ടുള്ളത്. പക്ഷെ അങ്ങനെ റൂമർ അവിടെ പടർന്നു. അപ്പോൾ പിന്നെ അവർക്ക് എന്താ പറയുക, അതാണ് ശിപ്പായി ലഹള ഉണ്ടാവുന്നത്. അത് പൊട്ടിപ്പുറപ്പെടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഹിന്ദുക്കൾ പശുവിനെ അവിടെ ഒരു വിശുദ്ധ മൃഗമായി കാണുന്നു, ഇസ്ലാം മത വിശ്വാസികളാണെങ്കിൽ പന്നി ഒരു മോശം മൃഗമായി കാണുന്നു. അവ രണ്ടിൻ്റെയും നെയ്യ് ഉപയോഗിച്ച തോക്കുകളാണെന്ന് അറിഞ്ഞപ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള വികാരങ്ങളെ വ്രണപ്പെടുത്തി, അവരുടെ മതവികാരത്തെ വ്രണപ്പെടുത്തി എന്ന് കണ്ടതുകൊണ്ട് തന്നെ അതാണ് പെട്ടെന്നുണ്ടായ ഒരു കാരണം. ശിപ്പായി ലഹളയ്ക്ക് പെട്ടെന്നുണ്ടായ ഒരു കാരണം അതാണ്. അപ്പോൾ നമ്മൾ ഈ സൈനിക കാരണം പറഞ്ഞപ്പോൾ തന്നെ ഇത് മാത്രമല്ല കേട്ടോ, ഈ എൻഫീൽഡ് തോക്കുകൾ മാത്രമല്ല, അവരുടെ ഈ ചപ്പാത്തി ആക്കുന്ന ആട്ടയിൽ ഈ പശുവിൻ്റെ എല്ലും പൊടിയൊക്കെ ചേർത്തു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ വിദേശ
വിദേശ പദ ബ്രിട്ടീഷ് സൈനികർക്ക് കൊടുത്തു, ഇന്ത്യൻ സൈനികർക്ക് കൊടുത്തില്ല. അതുപോലെ തന്നെ ഒരു വൃത്തിഹീനമായ സാഹചര്യത്തിലായിരുന്നു അവർ ജീവിക്കേണ്ടി വന്നത്. ഇത്തരത്തിലുള്ള പല കാരണമുണ്ട്. ഏറ്റവും പ്രധാനം നമ്മുടെ എൻഫീൽഡ് തോക്കാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. ഇതിനൊപ്പം ചേർത്ത് പറയേണ്ട കാര്യം, നമ്മുടെ സിപ്പായി ലേഖലയിലെ ആദ്യത്തെ രക്തസാക്ഷി എന്ന് പറയുന്നത് മംഗൾ പാണ്ഡെയാണ്. മംഗൾ പാണ്ഡെയാണ് സിപ്പായി ലേഖലയിലെ ആദ്യത്തെ രക്തസാക്ഷി. അദ്ദേഹം 34th ബംഗാൾ ഇൻഫൻട്രിയിലെ സൈനികനായിരുന്നു. 34th ബംഗാൾ ഇൻഫൻട്രിയിലെ സൈനികനായിരുന്നു മംഗൾ പാണ്ഡെ. അദ്ദേഹം എന്താ പറയുക, അദ്ദേഹം ശരിക്കും അദ്ദേഹത്തിൻ്റെ തന്നെ ബറ്റാലിയനിലെ ഒരു ലെഫ്റ്റനന്റിന്റെ ലാഫിനെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ആദ്യമായി ഒരു ശ്രമം നടത്തിയത്. പക്ഷെ ആ ശ്രമം വിഫലമായി. അപ്പോഴത്തേക്ക് അവിടെ മേജർ ഹ്യൂസൺ എത്തുകയായിരുന്നു. ഈ മേജർ ഹ്യൂസണെ കൊല്ലാൻ അദ്ദേഹം വീണ്ടും ശ്രമിച്ചു. മംഗൾ പാണ്ഡെ ഭയങ്കര അക്രമാസക്തനായി അവിടെ പെരുമാറി മേജർ ഹ്യൂസിനെ കൊല്ലാൻ ശ്രമിച്ചു. പക്ഷെ അപ്പോഴത്തേക്ക് അവരൊക്കെ ബ്രിട്ടീഷ് സൈനികരൊക്കെ വന്ന് അദ്ദേഹത്തെ കീഴ്പ്പെടുത്തി. അവസാനം 1857 ഏപ്രിൽ 8 മംഗൾ പാണ്ഡെയെ തൂക്കിലേറ്റി. 1857 ഏപ്രിൽ 8 മംഗൾ പാണ്ഡെയെ തൂക്കിലേറ്റി. മംഗൾ പാണ്ഡെയാണ് മഹത്തായ വിപ്ലവത്തിലെ അല്ലെങ്കിൽ നമ്മുടെ സിപ്പായി മേഖലയിലെ ആദ്യത്തെ രക്തസാക്ഷി എന്ന് പറയുന്നത് മംഗൾ പാണ്ഡെയാണ്. മംഗൾ പാണ്ഡെ ആക്രമിക്കാൻ ശ്രമിച്ച ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത് മേജർ ഹ്യൂസൺ ആണ് മംഗൾ പാണ്ഡെ ആക്രമിക്കാൻ ശ്രമിച്ച ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത്. ഈ മംഗൾ പാണ്ഡെൻ്റെ ഒരു ബയോപിക് ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. മംഗൾ പാണ്ഡെ ദി റേസിംഗ് എന്ന് പറഞ്ഞുള്ള ബയോപിക് ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇതൊക്കെയാണ് നമുക്ക് ഈ സൈനിക കാരണത്തിൽ കൂട്ടിച്ചേർക്കാനുള്ളത്. അടുത്ത് നമ്മൾ പ്രധാനപ്പെട്ട കാരണം രാഷ്ട്രീയ കാരണമാണ്. രാഷ്ട്രീയ കാരണത്തിൽ പ്രധാനപ്പെട്ട ദത്താവകാശ നിരോധന നിയമം. ഡൽഹൌസി പ്രഭുവാണ് അത് കൊണ്ടുവന്നത്. ദത്താവകാശ നിരോധന നിയമത്തിനെതിരെ ഇന്ത്യക്കാർക്കിടയിൽ, അവർക്കിടയിൽ, സൈനികർക്കിടയിൽ, എല്ലാ വിഭാഗം ജനങ്ങൾക്കിടയിൽ ഒരു വിയോജിപ്പുണ്ടായിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ ദത്താവകാശ നിരോധനം എന്ന് പറയുന്നത് ഈ നാട്ടുരാജാക്കന്മാർ ദത്തെടുത്ത അവരുടെ കുട്ടികൾക്ക് ഒരിക്കലും അവരുടെ സ്വത്തവകാശങ്ങൾ, അവരുടെ സ്വത്തുക്കൾ പിന്നീട് അവരുടെ മരണശേഷം കൈമാറാൻ സാധിക്കില്ല എന്നൊരു നിയമമാണ് ദത്താവകാശ നിരോധന നിയമം. അത് വന്നതോടുകൂടി പല നാട്ടുരാജാക്കന്മാരും അവരും ഇതിനെതിരെ തിരിഞ്ഞു. അതാണ് പ്രധാനപ്പെട്ട കാരണം. അടുത്ത ഭരണരംഗത്തെ അഴിമതിയാണ്. രാഷ്ട്രീയ കാരണത്തിൽ പറയാനുള്ള ഭരണരംഗത്തെ ബ്രിട്ടീഷുകാരുടെ അഴിമതിക്കെതിരെ ചോദ്യങ്ങൾ ഉയർന്നു. അതാണ് നമ്മുടെ രാഷ്ട്രീയ കാരണമായിട്ട് പറയുന്നത്. ഇവിടെ സാമ്പത്തിക കാരണം എന്ന് പറയുമ്പോൾ സാമ്പത്തികമായിട്ട് ഇന്ത്യക്കാരെ ചൂഷണം ചെയ്യുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. ഭൂനികുതി വ്യവസ്ഥ നമുക്കറിയാം. റൈറ്റ് വാലി സിസ്റ്റം, സെമിനാർ സിസ്റ്റം, അങ്ങനത്തെ സിസ്റ്റം ഒക്കെ നമുക്കുണ്ട്. നമ്മളത് പറഞ്ഞു പോവുകയാണ് അതിൽ. അങ്ങനെ ഭൂനികുതി വ്യവസ്ഥ, അത്തരത്തിലുള്ള കാര്യങ്ങൾ. കാർഷിക വ്യവസായിക തകർച്ചയുണ്ടായി. നമുക്കറിയാം, നമുക്ക് ക്യാഷ് ക്രോപ്സും ഫുഡ് ക്രോപ്സും ഉണ്ട്. അപ്പോൾ ക്യാഷ് ക്രോപ്സ്, നാണ്യവിളകൾ കൂടുതൽ ഉൽപ്പാദിപ്പിക്കേണ്ടി വന്നു ബ്രിട്ടീഷുകാരുടെ സമ്മർദ്ദത്താൽ. അതുപോലെ തന്നെ നമ്മുടെ വ്യവസായിക തകർച്ചയുണ്ടായി. നമ്മൾ പരുത്തി വ്യവസായത്തിന് ഭയങ്കര പ്രാധാന്യം കൊടുത്ത ഒരു സ്ഥലമായിരുന്നു നമ്മുടെ ഇന്ത്യ. അപ്പോൾ പരുത്തി വ്യവസായം പതിയെ നിലച്ചു. നമ്മുടെ ഇന്ത്യയിൽ നിന്ന് മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്തിരിക്കുന്ന സാധനങ്ങളൊക്കെയാണ് ഈ പരുത്തി. മറ്റു രാജ്യങ്ങളിലേക്ക് അയക്കുന്ന സാധനമാണ്. പക്ഷേ അത് പതിയെ നിലച്ചു. പിന്നീട് ബ്രിട്ടീഷുകാർ ഇമ്പോർട്ട് ചെയ്ത സാധനങ്ങൾ വാങ്ങേണ്ട ഒരു അവസ്ഥയിലേക്ക് നമുക്കുണ്ടായി. അതൊക്കെ ജനങ്ങൾക്കിടയിൽ, പ്രത്യേകിച്ച് സിപ്പായിമാർക്കിടയിൽ, നാട്ടുരാജാക്കന്മാരുടെ ഇടയിൽ, ദത്തുപുത്രന്മാർക്കിടയിൽ, എല്ലാ മേഖലയിലുള്ളവർക്കിടയിലും ഒരു അസംതൃപ്തി സൃഷ്ടിച്ചു. അതാണ് പ്രധാന കാരണം. അടുത്ത ഒരു കാരണം സാമൂഹ്യ സാംസ്കാരിക കാരണമാണ്. അതിന് പ്രധാനമായിട്ട് പറഞ്ഞത് ഈ യൂറോപ്യൻ കുറ്റവാളികളെ വിചാരണ ചെയ്യാൻ ഇന്ത്യൻ ജഡ്ജിമാരെ അനുവദിക്കില്ല. അതൊരു പ്രധാനപ്പെട്ട പ്രശ്നമല്ല. യൂറോപ്യൻ കുറ്റവാളികളെ വിചാരണ ചെയ്യാൻ ഇന്ത്യൻ ജഡ്ജിമാരെ അനുവദിക്കില്ല. അതുപോലെ തന്നെ മതത്തെ, അതായത് ഇന്ത്യക്കാരുടെ മതത്തെ വ്രണപ്പെടുത്തി എന്നുള്ള ഒരു പ്രശ്നം അവിടെ വന്നു. അതായത് ഈ സതി നിരോധിച്ചത് ഇന്നത്തെ കാലത്ത് വളരെ നല്ലൊരു ഡിസിഷനായിട്ട് നമുക്ക് തോന്നുന്ന ഒരു കാര്യമാണ്. സതി നിരോധിച്ചത് വളരെ നല്ലൊരു തീരുമാനമാണ്. 1829 വില്യം ബെന്റിക് പ്രഭുവാണ് സതി നിരോധിച്ചത്. പക്ഷെ അന്നത്തെ കാലത്ത് ജനങ്ങൾ അതിനെ കണ്ടത് എങ്ങനെയാണ്? അവരതിനെ കണ്ടത് തങ്ങളുടെ മതത്തിന്മേലുള്ള ഒരു കടന്നുകയറ്റമായിട്ട്. ഒരു വിദേശ രാജ്യം വന്ന് ഇവിടെ ഭരണം നടത്തി നമ്മുടെ ഒരു മതവികാരത്തെ വ്രണപ്പെടുത്തി മുന്നോട്ട് പോകുന്നതായിട്ടാണ് അന്ന് അവരതിനെ ചിന്തിച്ചത്. അതുപോലെ തന്നെ വിധവാ പുനർവിവാഹം, അതും ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നപ്പോൾ അതും ഒരു മതവികാരം വ്രണപ്പെടുത്തി നിങ്ങളുടെ മതത്തിന്മേലുള്ള കടന്നുകയറ്റമായിട്ട് ഇന്ത്യക്കാർ പലരും അത് അങ്ങനെ ചിന്തിച്ചു. ഇന്നത്തെ കാലത്ത് ചിന്തിക്കുമ്പോൾ വളരെ നല്ലൊരു ഡിസിഷനായിട്ട് നമുക്ക് തോന്നുന്ന ഒരു കാര്യമാണ്. പക്ഷെ അന്നത്തെ കാലത്ത് അവരന്ന് കണ്ടത് അങ്ങനെയല്ല. നമ്മുടെ മതത്തിന്മേലുള്ള ഒരു കടന്നുകയറ്റമായിട്ടാണ് അന്ന് അവരെ കണ്ടത്.
അതുപോലെ തന്നെ വനിതാ വിദ്യാഭ്യാസം, ബ്രിട്ടീഷുകാർ അന്ന് വനിതാ വിദ്യാഭ്യാസം 1857 തന്നെ അവർ പ്രോത്സാഹിപ്പിച്ചു. പക്ഷേ ഇന്ത്യക്കാർ അതിനെ കണ്ടത് തങ്ങളുടെ പല മതവിശ്വാസത്തിലും വനിതകൾക്ക് അത്ര വിദ്യാഭ്യാസം കൊടുക്കണമെന്ന് പറയുന്നില്ല. അപ്പോൾ ഒരു മതത്തിന്മേലുള്ളൊരു എല്ലാത്തിനും ഉപരി ബ്രിട്ടീഷുകാർ ഉദ്ദേശിക്കുന്നത് തങ്ങളുടെ മതത്തിന്മേലുള്ളൊരു കൺട്രോൾ ആണെന്ന് ഇന്ത്യക്കാർ വിചാരിച്ചു. അപ്പോൾ അത്തരത്തിലുള്ളൊരു സാമൂഹിക സാംസ്കാരിക കാരണങ്ങൾ കൊണ്ട് തന്നെ ഈ ശിപ്പായി ലഹള ഉണ്ടാവാനുള്ളൊരു കാരണമായി അത് മാറി. ഇനി നമ്മൾ അടുത്ത് പരിചയപ്പെടാൻ പോകുന്നത് കലാപ കേന്ദ്രങ്ങളും നേതാക്കന്മാരുമാണ്. കലാപ കേന്ദ്രങ്ങളും നേതാക്കന്മാരും, അതായത് ഈ ലഹള അല്ലെങ്കിൽ മഹത്തായ വിപ്ലവം ഓരോ സ്ഥലത്തായിട്ട് പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ട്. അവിടെയൊക്കെ നേതൃത്വം കൊടുത്തവരെയാണ് നമ്മൾ ഇനി പരിചയപ്പെടാൻ പോകുന്നത്. ആദ്യം തന്നെ ഡൽഹിയാണ്. ഡൽഹിയിൽ ബഹദൂർ ഷാ രണ്ടാമനാണ് അല്ലെ, ബഹദൂർ ഷാ രണ്ടാമനാണ്. ബഹദൂർ ഷാ സഫർ എന്ന് അദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. ബഹദൂർ ഷാ രണ്ടാമനും ജനറൽ ഭക്ത് ഖാനുമാണ് ഡൽഹിയിൽ നേതൃത്വം കൊടുത്തത്. അതായത് ഈ ബഹദൂർ ഷാ രണ്ടാമൻ നമ്മുടെ ഓരോ വ്യക്തികളെ പറ്റി കുറച്ചും കൂടി ഡീപ്പായിട്ട് പറയും. ഇപ്പൊ നമ്മൾ ജസ്റ്റ് സ്ഥലവും പേര് പറഞ്ഞു പോവാണ്. ബഹദൂർ ഷാ രണ്ടാമൻ എന്ന് പറയുമ്പോൾ കുറച്ച് പ്രായമുള്ള ഒരാളാണ്. അവസാനത്തെ മുഗൾ ഭരണാധികാരിയാണ്. കുറച്ച് പ്രായമൊക്കെ ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം അല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഡൽഹിയിൽ മറ്റൊരാൾ കൂടി ഉണ്ട്, ജനറൽ ഭക്ത് ഖാൻ കൂടി ഡൽഹിയിൽ ഉണ്ടായിട്ടുണ്ട്. അടുത്ത സ്ഥലം കാൺപൂരാണ്, ഉത്തർപ്രദേശിലെ കാൺപൂരാണ്. അവിടെ നാനാ സാഹിബും താന്തിയോ തോപ്പിയാണ് കാൺപൂർ ഉണ്ടായിരുന്നത്. നാനാ സാഹിബും താന്തിയോ തോപ്പിയും. അടുത്ത സ്ഥലം ഝാൻസിയാണ്. ഒരുപാട് കേട്ടിട്ടുണ്ട്. ഝാൻസിയാണ്. റാണി ലക്ഷ്മിബായി ആണ്. ഝാൻസിയിൽ റാണി ലക്ഷ്മിബായി ആണ്. ഗ്വാളിയാറിലും റാണി ലക്ഷ്മിബായും താന്തിയോ തോപ്പിയും. ഝാൻസിയിലെ റാണി ലക്ഷ്മിബായി ആണ്. ഗ്വാളിയാറിലെ റാണി ലക്ഷ്മിബായിയോടൊപ്പം തന്നെ താന്തിയോ തോപ്പിയും സഹായിച്ചിട്ടുണ്ട്. അടുത്തത് ബീഗം ഹസ്രത് മഹലാണ്. ബീഗം ഹസ്രത് മഹൽ എവിടെയൊക്കെയാണ്? ലക്നൗ ഉണ്ട്, ആഗ്രയുണ്ട്, ഔദ് ഉണ്ട്. ലക്നൗ, ആഗ്ര, ഔദ് ഈ 3 സ്ഥലത്തും ബീഗം ഹസ്രത് മഹലാണ് നേതൃത്വം കൊടുത്തത്. ബീഹാറിൽ കൺവർ സിംഗ് ആണ്. ജഗദീഷ്പൂരിലും കൺവർ സിംഗ് ആണ്. ബീഹാർ, ജഗദീഷ്പൂർ എന്ന സ്ഥലങ്ങളിൽ കൺവർ സിംഗ് ആണ് നേതൃത്വം കൊടുത്തത്. ബറേലി ഖാൻ ബഹാദൂർ ഖാനാണ് ബറേലിയിൽ നേതൃത്വം കൊടുത്തത്. മീററ്റില് കദം സിംഗ് മീററ്റിലാണ് ഇത് പൊട്ടിപ്പുറപ്പെട്ടത്. 1857 മെയ് 10 മീററ്റിൽ പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ മീററ്റിൽ നേതൃത്വം കൊടുത്തത് കദം സിംഗ് ആണ്. ഫൈസാബാദിൽ മൗലവി അഹദുള്ള. അസമിൽ ആരാണ്? ദിവാൻ മണി റാം പൂട്ടിയാണ് അസമില് നേതൃത്വം കൊടുത്തത്. ഇനി നമ്മൾ ഇതിൽ പ്രധാനപ്പെട്ട ഈ നേതാക്കന്മാരിൽ പ്രധാനപ്പെട്ട ഒരു 4-5 പേരെ എടുത്ത് പറയുകയാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഈ കലാപ കേന്ദ്രങ്ങൾക്ക് നേതൃത്വം കൊടുത്ത പ്രധാനപ്പെട്ട നേതാക്കന്മാരെ കുറിച്ചാണ്. ആദ്യത്തേത് ബഹദൂർ ഷാ സഫർ എന്ന് പറയപ്പെടും. ബഹദൂർ ഷാ രണ്ടാമൻ അദ്ദേഹം ഡൽഹിയിലാണ് നേതൃത്വം കൊടുത്തത്. അദ്ദേഹം ബഹദൂർ ഷാ രണ്ടാമൻ. അദ്ദേഹത്തോടൊപ്പം തന്നെ ഡൽഹിയിൽ ജനറൽ ഭക്ത് ഖാൻ ഉണ്ടായിരുന്നു. ബഹദൂർ ഷാ രണ്ടാമനെ ഈ ലഹളക്ക് ഏർപ്പെട്ട ജനങ്ങൾ ഒരേ സ്വരത്തിൽ പറഞ്ഞു, ഇദ്ദേഹമാണ് നമ്മുടെ സമുന്നതനായ ഈ ലഹളയുടെ സമുന്നത നേതാവായിട്ട് അദ്ദേഹത്തെ ബഹദൂർ ഷാ രണ്ടാമനെയാണ് കണ്ടത്. ബഹദൂർ ഷാ രണ്ടാമനെ അങ്ങനെ കാണാൻ കാരണമുണ്ട്. കാരണം അദ്ദേഹം മുഗൾ ഭരണാധികാരിയായിരുന്നു. ഈ മുഗൾ ഭരണാധികാരിയായിട്ടുള്ളവർക്ക് അന്ന് ബ്രിട്ടീഷ് ഭരണം നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണെങ്കിലും അവർക്കൊരു ഇമേജ് ഉണ്ട്, ആ സമൂഹത്തിലൊരു ഇമേജ് ഉണ്ട് മുഗൾ ഭരണാധികാരികൾക്ക്. അപ്പോൾ അദ്ദേഹത്തെ മുന്നിൽ നിന്ന് നയിച്ചാൽ ഒരു സമരത്തിന് കുറച്ചും കൂടി പബ്ലിസിറ്റി അതൊക്കെ കിട്ടും എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തെ ഒരു സമുന്നത നേതാവായിട്ട് ലഹളക്കാർ മുഴുവൻ കണ്ടു. അദ്ദേഹമാണ് സമുന്നത നേതാവായിട്ട് വന്നത്. ആരാണ്? ബഹദൂർ ഷാ രണ്ടാമൻ. അദ്ദേഹം റങ്കൂണിലേക്കാണ് അദ്ദേഹത്തിന് നാട് കടത്തപ്പെട്ടു. പിന്നീട് റങ്കൂണിലേക്ക് അദ്ദേഹത്തിന് നാട് കടത്തപ്പെട്ടു ബഹദൂർ ഷാ രണ്ടാമൻ. അടുത്തൊരു പ്രധാനപ്പെട്ട നേതാവ് എന്ന് പറയുന്നത് നാനാ സാഹിബാണ്. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് ദൊണ്ടു പന്ത് എന്നാണ് നാനാ സാഹിബിന്റെ യഥാർത്ഥ പേര്. അദ്ദേഹം പേർഷ്യ ഭാവി രാജുവിന്റെ ദത്തുപുത്രനാണ്. അന്നത്തെ കാലത്ത് അറിയാം, ദത്തുപുത്രന്മാർക്ക് സ്വത്തുക്കൾ കിട്ടാതെ ഒരു ദത്താവകാശ നിരോധന നിയമമുണ്ട്. ഡൽഹൌസി പ്രഭു കൊണ്ടുവന്ന ഒരു നിയമം അവിടെ ഉണ്ട്. അപ്പോൾ അദ്ദേഹം സ്വാഭാവികമായിട്ടും ഈ ലഹളയോടൊപ്പം ചേർന്ന് പ്രവർത്തിച്ചു. നാനാ സാഹിബ് അദ്ദേഹം കാൺപൂരിലാണ് നേതൃത്വം കൊടുത്തത്. നാനാ സാഹിബ് അദ്ദേഹം നേപ്പാളിലേക്കാണ് നാട് കടത്തപ്പെട്ടത്. ഞാൻ ബഹദൂർ ഷാ രണ്ടാമനെ പറ്റി പറയുമ്പോൾ പറയാൻ വിട്ടുപോയൊരു വിളംബരമുണ്ട്, അസംഘട്ട് വിളംബരം. ഇത് ഒന്നുമില്ല, സംഭവത്തിലേ ഉള്ളൂ. ഈ ലഹള നടക്കുന്ന മധ്യത്തിലാണ് ഇത് സംഭവിക്കുന്നത്. അതായത്
ഈ ബഹദൂർ ഷാ രണ്ടാമന്റെ നിർദ്ദേശപ്രകാരം അദ്ദേഹത്തിന്റെ ചെറുമകനായിട്ടുള്ള ഫിറോസ് ഷാ ഒരു വിളംബരം എഴുതി തയ്യാറാക്കുകയാണ്. അതിന്റെ പേരാണ് അസംഘടിത വിളംബരം. ഒന്നുമില്ല, ഇതിൽ പറഞ്ഞ ഇത്രയേ ഉള്ളൂ. വിവിധ മതത്തിലും വിവിധ ജാതിയിൽപ്പെട്ട എല്ലാ വിഭാഗക്കാരും ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ ലഹളയെ നേരിടണം, ഒരുമിച്ച് നിന്നുകൊണ്ട് ഇതിന് പിന്തുണ പ്രഖ്യാപിച്ച് മുന്നോട്ട് പോകണം, ഐക്യത്തോടെ മുന്നോട്ട് പോകണം എന്നുള്ള ഒരു സന്ദേശം നൽകുന്ന ഒരു വിളംബരമാണ് അസംഘടിത വിളംബരം. എഴുതി തയ്യാറാക്കിയത് ബഹദൂർ ഷാ രണ്ടാമന്റെ കൊച്ചുമകൻ ഫിറോസ് ഷാ. അപ്പോൾ ബഹദൂർ ഷാ രണ്ടാമനെ പറ്റി നമ്മൾ പറഞ്ഞു, നാനാ സാഹിബിനെ പറ്റി നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ പറയുന്ന പ്രധാനപ്പെട്ട ആളാണ് താന്തിയോ തോപ്പി. അദ്ദേഹം ഗറില്ല യുദ്ധമുറകൾക്ക് പേര് കേട്ട വ്യക്തിയാണ് താന്തിയോ തോപ്പി. അതിന്റെ യഥാർത്ഥ പേര് രാമചന്ദ്ര പാണ്ഡുരംഗ് എന്നാണ്. രാമചന്ദ്ര പാണ്ഡുരംഗ് അതിന്റെ യഥാർത്ഥ പേര്. അദ്ദേഹം തൂക്കിലേറ്റപ്പെട്ടത് 1859 ഏപ്രിൽ 18-നാണ്. ശ്രദ്ധിക്കണം, 1859 ഏപ്രിൽ 18-നാണ് അദ്ദേഹം തൂക്കിലേറ്റപ്പെട്ടത്. ഏപ്രിൽ 8, 1857-നാണ് മംഗൾപാണ്ഡെ തൂക്കിലേറ്റപ്പെട്ടത്. താന്തിയോ തോപ്പി തൂക്കിലേറ്റപ്പെട്ടത് എപ്പോഴാണ്? 1859 ഏപ്രിൽ 18-നാണ് താന്തിയോ തോപ്പി തൂക്കിലേറ്റപ്പെട്ടത്. അദ്ദേഹം നേതൃത്വം കൊടുത്തത് എവിടെയൊക്കെയാണ്? കാൺപൂരിൽ നാനാ സാഹിബിന്റെ ഒപ്പം ചേർന്ന് പ്രവർത്തിച്ചു, കാൺപൂർ. പിന്നെ ഗ്വാളിയാറിൽ റാണി ലക്ഷ്മിബായിയോടൊപ്പം ചേർന്ന് പ്രവർത്തിച്ചു താന്തിയോ തോപ്പി. അടുത്ത ഒരാൾ റാണി ലക്ഷ്മിബായിയാണ്. നമ്മൾ പണ്ട് മുതലേ കേട്ടിട്ടുള്ള ഒരാളാണ് റാണി ലക്ഷ്മിബായി. റാണി ലക്ഷ്മിബായി എവിടെയൊക്കെയാണ്? ഝാൻസിയിലും ഗ്വാളിയാറിലുമാണ് നേതൃത്വം കൊടുത്തത്. 1858 ജൂൺ 18-നാണ് കൊല്ലപ്പെടുന്നത്. കൊലപ്പെടുത്തിയത് ജനറൽ ഹ്യൂജ് റോസ് ആണ് ഝാൻസി റാണിയെ, അല്ലെങ്കിൽ നമ്മുടെ റാണി ലക്ഷ്മിബായിയെ കൊലപ്പെടുത്തുന്നത് 1858 ജൂൺ 18-നാണ്. റാണി ലക്ഷ്മിബായിയുടെ യഥാർത്ഥ പേര് എന്ന് പറയുന്നത് മണികർണികയാണ്. നമ്മൾ മുന്നേ 2 പേരുടെ യഥാർത്ഥ പേര് പഠിച്ചു അല്ലേ? ആരൊക്കെയാണ്? നമ്മുടെ നാനാ സാഹിബിന്റെ യഥാർത്ഥ പേരെന്താണ്? ദോണ്ടു പന്ത്. അതുപോലെ തന്നെ നമ്മുടെ താന്തിയോ തോപ്പിയുടെ യഥാർത്ഥ പേരെന്താണ്? രാമചന്ദ്ര പാണ്ഡുരംഗ്. അതുപോലെ തന്നെ നമ്മുടെ റാണി ലക്ഷ്മിബായിക്ക് ഉള്ള യഥാർത്ഥ പേരാണ് മണികർണിക. 1857 വിപ്ലവത്തിന്റെ ജവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്നത് റാണി ലക്ഷ്മിബായിയാണ്. ഈ റാണി ലക്ഷ്മിബായിനെ നെഹ്റു ഇരുണ്ട പ്രകാശത്തിലെ ബിന്ദു എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. റാണി ലക്ഷ്മിബായിനെ വിശേഷിപ്പിച്ചത് ആരാണ്? നെഹ്റുവാണ്. അതുപോലെ തന്നെ ഈ കൊലപ്പെടുത്തിയ ജനറൽ ഹ്യൂജ് റോസ് ഒരു വിശേഷണം നൽകിയിട്ടുണ്ട് റാണി ലക്ഷ്മിബായിക്ക്. വിപ്ലവകാരികളുടെ സമുന്നത നേതാവ് എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. റാണി ലക്ഷ്മിബായിനെ കൊലപ്പെടുത്തിയ ജനറൽ ഹ്യൂജ് റോസ് വിശേഷിപ്പിച്ചത് വിപ്ലവകാരികളുടെ സമുന്നത നേതാവ് എന്നാണ്. അതുപോലെ തന്നെ ക്യൂൻ ഓഫ് ഝാൻസി എന്ന് പറയുന്ന പുസ്തകം റാണി ലക്ഷ്മിബായിനെ ആസ്പദമാക്കി ക്യൂൻ ഓഫ് ഝാൻസി എന്ന പുസ്തകം എഴുതിയ വ്യക്തിയാണ് മഹാശ്വേതാ ദേവി. ഇനി നമ്മൾ പറയുമ്പോൾ അടുത്തൊരാള് കൻവർ സിംഗ് ആണ്. ബീഹാർ സിംഹം എന്നറിയപ്പെടുന്നത് കൻവർ സിംഗ് ആണ്. ബീഹാറിലും ജഗദീഷ്പൂരിലും അദ്ദേഹം കലാപത്തിന് നേതൃത്വം കൊടുത്തു. 1857 വിപ്ലവത്തിന്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് കൻവർ സിംഗ് ആണ്. 1857 വിപ്ലവത്തിന്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് കൻവർ സിംഗ് ആണ്. 1858-ലാണ് നമ്മുടെ ലഹള അടിച്ചമർത്തപ്പെട്ടത്. അപ്പോൾ നമ്മൾ പ്രധാനമായും പറഞ്ഞത് ബഹദൂർ ഷാ രണ്ടാമനെ പറ്റി, നാനാ സാഹിബ്, താന്തിയോ തോപ്പി, റാണി ലക്ഷ്മിബായി, അതോടൊപ്പം തന്നെ കൻവർ സിംഗ്. ഈ പ്രധാനപ്പെട്ട 5 നേതാക്കന്മാരെയാണ് നമ്മളൊന്ന് പറഞ്ഞിട്ടുള്ളത്. ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ ഒരു പാർട്ട് 1, അതായത് ശിപ്പായികളെ കുറിച്ചുള്ള ഏകദേശ കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള പാർട്ട് 1 ഇവിടെ കഴിയുകയാണ്. പാർട്ട് 2-ൽ ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ വരുന്നതായിരിക്കും. ഇത്രയും നേരം ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.